മൈ ചാനൽ ഇന്ന് നമ്മൾ പോളിനോമിയലിൻ്റെ എക്സസൈസ് 2.2 തേർഡ് വണ്ണാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. എക്സസൈസ് 2.2 അതിൽ എന്താണ് ഫൈൻഡ് സീറോസ് ഓഫ് ദ പോളിനോമിയൽ and verify the shape between the zeros and coefficient. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. എന്താണ് 6x² - 3 - 7x. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 6x² - 7x - 3. അപ്പോൾ സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം നമുക്കറിയാം സീറോ ഓഫ് ദ പോളിനോമിയൽ ഈസ് ദ വാല്യൂ of x where p of x is equal to 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പുട്ടിങ് p of x equal to 0. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ p of x എന്ന് പറഞ്ഞാൽ എന്താണ്? 6x² - 7x - 3 is equal to 0 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ മിഡിൽ ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താണ്? സ്പ്ലിറ്റിംഗ് the middle term. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് രണ്ട് നമ്പേഴ്സ് ഇതിനെ സ്പ്ലിറ്റ് 7നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് നമ്പേഴ്സ് കാണണം. അതായത് സമ്മ് നമുക്ക് എന്ത് കിട്ടണം? സമ്മ് ഈക്വൽ ടു 7 കിട്ടണം. അപ്പോൾ സമ്മ് നമുക്ക് 7 കിട്ടണം. ഈ ലാസ്റ്റ് നമ്പറും ഇതും കൂടെ ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ്? 3 ഇൻറ്റു അതായത് പ്രോഡക്റ്റ് എന്താണ്? പ്രോഡക്റ്റ് സമ്മ് ഈക്വൽ ടു 7, സമ്മ് ഈക്വൽ ടു -7 ആണ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ -3 ഇൻറ്റു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു -18. അതായത് പ്രോഡക്റ്റ് നമുക്ക് 18 കിട്ടണം, സമ്മ് 7 കിട്ടണം. അങ്ങനെ കിട്ടുന്ന നമ്പർ ഏതാ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ 18 അപ്പം എന്താണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് -18 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് എന്ന് പറഞ്ഞാൽ -17ഉം സമ്മ് 17ഉം പ്രോഡക്റ്റ് -18 വരുന്നത്. അപ്പോൾ അത് ശരിയാവില്ല. പിന്നെ നമുക്ക് കിട്ടുന്നത് 7 കിട്ടണം. നമുക്ക് സമ്മ് 7 കിട്ടണം, പ്രോഡക്റ്റ് 18 കിട്ടണം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 9 ഇൻറ്റു 2 എടുക്കുക. 9 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു 9 = 18 ആണ്. 9ൻ്റെ അകത്തുനിന്ന് 2 പോയ 7 ആണ്. അപ്പോൾ കറക്റ്റ്. അപ്പോൾ നമുക്ക് -9 ആൻഡ് 2 എടുത്ത് കഴിഞ്ഞാൽ നോക്കി നോക്ക്. -9 + 2 എന്ന് പറഞ്ഞാൽ സമ്മ് എത്ര കിട്ടൂ? -7 കിട്ടും. അപ്പം -9 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? -18. അപ്പോൾ ഇതെന്താണ്? കറക്റ്റാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഫാക്ടറായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ആ രണ്ട് ഇതിന് 6x² - 9x + 2x - 3 is equal to 0 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ 9x അതായത് 9x ആക്കിയിട്ട് നമുക്ക് ആ തന്ന അതായത് ഈ പോളിനോമിയൽ ഞാൻ ആദ്യം എഴുതിത്തരാം. ഒരു മിനിറ്റ്. പോളിനോമിയൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? 6x² - 7x - 3 is equal to 0 എന്നാണ്. അപ്പോൾ ഞാൻ 7xന് പകരം മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 6x² - 9x അതായത് 7ന് പകരം ഇങ്ങനെ എഴുതി -3 is equal to 0 എന്ന് എഴുതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് അതായത് ഇതിനെ നമ്മൾ രണ്ട് കോമൺ ആയിട്ടുള്ള പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 3x പുറത്തെടുക്കാം. അപ്പോൾ 3x പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 2x - 3 വരും അല്ലേ? പ്ലസ് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് അതുപോലെ എന്ത് ചെയ്യുക? ഇത് നമുക്ക് ഇതുപോലെ തന്നെ 2x 1 പുറത്തെടുത്താൽ 2x - 3 അല്ലേ?
ഈക്വൽ ടു 0 എന്നത്. അപ്പോൾ ഇതിന് രണ്ടിൽ കോമൺ ആയിട്ട് 2x - 3 ഉള്ളത് കൊണ്ട് 2x - 3 ഇൻറ്റു 3x + 1 എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് 2x - 3 ഈസ് ഈക്വൽ ടു 0, ഓർ എന്താണ് 3x + 1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 2x ഈക്വൽ ടു 3 ആൻഡ് x ഈസ് ഈക്വൽ ടു 3/2 ആൻഡ് 3x + 1 ഈസ് ഈക്വൽ ടു 0. That is 3x is equal to -1, x is equal to -1/3. ഇങ്ങനെ രണ്ട് സീറോസ് കിട്ടി നമുക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആൽഫയും ബീറ്റയും കിട്ടി. അതായത് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ അല്ലേ. അപ്പോൾ ആൽഫ ആൻഡ് ബീറ്റയും കിട്ടി. ആൽഫ സീക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? 3/2 ആൻഡ് ബീറ്റ സീക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? -1/3 എന്നും കൊടുത്തു. -1/3 ആൻഡ് 3/2. അത് എങ്ങനെയാണ് എടുക്കാത്തത്? ബീറ്റ സീക്വൽ ടു -1/3 ആണെങ്കിൽ അങ്ങനെ എടുക്കാം. ആൽഫ സീക്വൽ ടു 3/2 -1/3 അങ്ങനെ ഇതാക്കിയപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി. ഇനി നമ്മൾ വെരിഫൈ ചെയ്യണം. സീറോസ് വെരിഫൈ ചെയ്യണം. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ വെരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം തന്ന പോളിനോമിയൽ എന്താണ്? നമുക്ക് തന്ന പോളിനോമിയൽ എന്താണ്? ax², സ്റ്റാൻഡേർഡ് ഫോമിലാണ് തന്ന ഗിവൺ പോളിനോമിയൽ എന്ന് പറയുന്നത് p(x) ഈക്വൽ ടു നമുക്കറിയാം എന്ത്? 6x² - 7x - 3 ആണ്. ഇനി സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത് എന്താണ്? ax² + bx + c എന്നാണ് എന്തെന്ന് സാധാരണ സ്റ്റാൻഡേർഡ് ഫോർമുല ഓഫ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് a ഈസ് ഈക്വൽ ടു ഈ രണ്ട് പോളിനോമിയലും കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? a ഈസ് ഈക്വൽ ടു 6 എന്നും കിട്ടും. ബീൻ്റെ വാല്യൂ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ -7 ആൻഡ് c ഈസ് ഈക്വൽ ടു -3 എന്നും കിട്ടി. ഇനി നമുക്ക് വെരിഫൈ ചെയ്യണം. അപ്പോൾ വി ഹാവ് ടു വെരിഫൈ. എന്ത് ചെയ്യുക? വി ഹാവ് ടു വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് സീറോസ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്? മൈനസ് ഓഫ് കോയിഫിഷ്യൻറ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോയിഫിഷ്യൻറ്റ് ഓഫ് x² ആണ് അല്ലേ. അതായത് ആൽഫ സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ആൽഫ + ബീറ്റ ഈക്വൽ ടു -b/a. നമുക്ക് പ്രൂവ് ചെയ്യണം ആൽഫ + ബീറ്റ ഈക്വൽ ടു -b/a എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ആൽഫ + ബീറ്റ ഈക്വൽ ടു എന്താണ്? ആൽഫ + ബീറ്റ എന്ന് പറഞ്ഞാൽ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം? ആൽഫ + -1/3 + 3/2 ആണെന്നറിയാലോ. നമുക്ക് ആൽഫയും ബീറ്റയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താക്കുമ്പോൾ എന്ത് വരും? -1 × 2 പ്ലസ് എന്താണ് LC എടുത്തിട്ട് 3 × 3 ഡിവൈഡഡ് ബൈ 6 എന്ന് വന്നു അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? -2 + 9 ഡിവൈഡഡ് ബൈ 6 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 7/6 എന്ന് വന്നു ആൽഫ + ബീറ്റ. ഇനി നമ്മൾ എന്താണ് -b/a എന്താണെന്ന് -b/a -b എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? -b എന്താണ്? b എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? b ഈസ് ഈക്വൽ ടു -7 a 6 ആണ്. അപ്പോൾ -b/a ആണ്. അപ്പോൾ ഇവിടെ b എന്ന് പറയുന്നത് നമുക്ക് എന്താന്ന് പറഞ്ഞാൽ b ഈസ് ഈക്വൽ ടു -b അല്ലേ. അപ്പോൾ b എന്ന് പറയുന്നത് -7 ആണ്. 7/6 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 7/6 എന്ന് വന്നു. അപ്പോൾ എന്താണ്? LHS ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? RHS എന്ന് കിട്ടി അല്ലേ. അത് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആണ് അടുത്ത കണ്ടത്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് എന്താണ്? ഓഫ് x². ഇവിടെ കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ആൽഫ × ബീറ്റ ഈക്വൽ ടു c/a ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ആൽഫ × ബീറ്റ കാണുക. ആൽഫ × ബീറ്റ ഈക്വൽ ടു ആൽഫ × ബീറ്റ എന്താ? ആൽഫ × ബീറ്റ ഈക്വൽ ടു -1/3 × 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടു? അതായത് ഇത് ക്യാൻസൽ ചെയ്താൽ -1/2 എന്ന് കിട്ടി. ഇനി c/a എന്ന് പറഞ്ഞാൽ എന്താണ്? c/a ഈസ് ഈക്വൽ ടു -3/6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൽഫ × ബീറ്റ ഈക്വൽ ടു c/a.
അപ്പോൾ എന്താണ് LHS ഈക്വൽ ടു RHS എന്ന് നമ്മൾ വെരിഫൈ ചെയ്തു. അപ്പോൾ അത് മനസ്സിലായി. സിൻസ് LHS ഈക്വൽ ഇപ്പോൾ ഹെൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോയിഫിഷ്യൻ്റ് എന്ത് ചെയ്തു നമ്മൾ വെരിഫൈ ചെയ്തു അല്ലേ, വെരിഫൈഡ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് 4u² പ്ലസ് 8u ആണ്. അതായത് നാലാമത്തെ ക്വസ്റ്റ്യൻ 4u² പ്ലസ് 8u എന്നാണ്. അപ്പോൾ അത് നമ്മൾ സെയിം ഇതുപോലെ തന്നെ P of u ഈസ് ഈക്വൽ ടു പോളിനോമിയൽ ഈക്വൽ ടു 4u² പ്ലസ് 8u എന്ന് വന്നു. അപ്പോൾ നമുക്ക് സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സീറോസ് ഓഫ് ദ പോളിനോമിയൽ P of u ഈസ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ നമുക്ക് എന്തെടുക്കണം, 4u² പ്ലസ് 8u ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് 4u പുറത്തെടുക്കാമല്ലോ. 4u പുറത്തെടുത്ത് കഴിഞ്ഞാൽ u പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് 4u ഈസ് ഈക്വൽ ടു 0 ആൻഡ് എന്താണ് u പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 എന്ന് എടുത്തു. 4u ഈസ് ഈക്വൽ ടു 0 എന്ന് എന്താണ് u ഈസ് ഈക്വൽ ടു 0 ആൻഡ് u ഈസ് ഈക്വൽ ടു -2. അപ്പോൾ 0 ആൻഡ് 2 ആർ 2 വാല്യൂസ് നമുക്ക് റൂട്ട്സ് കിട്ടി, -2 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, റിലേഷൻഷിപ്പ് കാണണം. അതായത് വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോയിഫിഷ്യൻ്റ് വെരിഫൈ ചെയ്യണം. അപ്പം നമ്മളെ തന്നിരിക്കുന്ന പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, P of u ഈസ് ഈക്വൽ ടു 4u² പ്ലസ് 8u ആണ്. അത് നമുക്ക് പ്ലസ് 0 എന്നിടാം. അതായത് ഒരു കോൺസ്റ്റൻറ്റ് ടേം നമ്മൾ 0 ആണ്, നമ്മൾ വെറുതെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ വേണ്ടി എഴുതിയെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ സാധാരണ ഫോം ഓഫ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമുല എന്താ, അപ്പോൾ ഇവിടെ u ആയതുകൊണ്ട് നമ്മൾ യുവിൻ്റെ ടേമിൽ എഴുതുകയാണ്. AU² പ്ലസ് BU പ്ലസ് C എന്ന് എഴുതി. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ 2 കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, A ഈസ് ഈക്വൽ ടു 4 എന്നും B ഈസ് ഈക്വൽ ടു, അതായത് ബീൻ്റെത് 8 എന്നും കിട്ടി, C ഈസ് ഈക്വൽ ടു 0 എന്നും കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് സം ഓഫ് ദ സീറോസ് കാണണം. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് സം ഓഫ് സീറോസ് ആണ്. സം ഓഫ് സീറോസ് ഈക്വൽ ടു എന്താണ്, കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ്. അത് ഇനി വീണ്ടും എഴുതണ്ടല്ലോ, അറിയാലോ. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് x² ആണ്. അതായത് സം ഓഫ് സീറോസ് ഈക്വൽ ടു അതായത് മൈനസ് ഓഫ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് x² ആണ്. അപ്പോൾ അതായത് സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ സീക്വൽ ടു എന്താണ്, -b/a ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ആൽഫ പ്ലസ് ബീറ്റ കാണുക. ആൽഫ പ്ലസ് ബീറ്റ, ആൽഫ ആൻഡ് ബീറ്റ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 0 ആൻഡ് 0 പിന്നെ എന്താണ് കിട്ടിയത്, -2 അല്ലേ. അതായത് ഇവിടെ നമുക്ക് സീറോസ്, അതായത് ദാറ്റ് ഈസ് ആൽഫ സീക്വൽ ടു 0 ആൻഡ് ബീറ്റ സീക്വൽ ടു -2. അപ്പോൾ നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ 0 പ്ലസ് -2 ദാറ്റ് ഈസ് ഈക്വൽ ടു -2 എന്ന് കിട്ടി. ഇനി നമ്മൾ -b/a കാണുകയാണെങ്കിൽ -b എന്ന് പറയുന്നത് എന്താണ്, ബി ഇവിടുത്തെ ഇതില്ലാത്ത കിട്ടുന്ന b എന്ന് പറയുന്നത് 8 ആണ്. 8 ഡിവൈഡ് ബൈ 8 ഡിവൈഡ് ബൈ 4 എന്ന് വന്നു. അപ്പോൾ -b എന്ന് പറയുമ്പോൾ -8 ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, -2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, LHS ഈക്വൽ ടു RHS എന്ന് കിട്ടി. അപ്പോൾ അത് വെരിഫൈ ചെയ്തു. ഇനി നമ്മൾ പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആണ് കാണാൻ പോകുന്നത്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആണ് കാണേണ്ടത്. അതായത് ആൽഫ ഇൻറ്റു ബീറ്റ, പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് ആൽഫ ഇൻറ്റു ബീറ്റ സീക്വൽ ടു C/A ആണ്. ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു കിട്ടിയത്, ബീറ്റ സീക്വൽ ടു -2 ആണ് കിട്ടിയത്. അപ്പോൾ 0 ഇൻറ്റു -2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ C എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. 0/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതായത് ആൽഫ ഇത് 0 ഈക്വൽ ടു 0, അതായത് നമുക്ക് എന്ത് കിട്ടി, LHS ഈക്വൽ ടു RHS എന്ന് കിട്ടി അല്ലേ. അതായത് നമ്മൾ എന്ത് ചെയ്തു, വെരിഫൈ ചെയ്തു. സീറോസ് ഓഫ് ദ പോളിനോമിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോയിഫിഷ്യൻസ് എന്ത് ചെയ്തു, നമ്മൾ വെരിഫൈ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്തെന്നാ T² -50 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത്.
സെയിം ക്വസ്റ്റ്യൻ, അതായത് അഞ്ചാമത്തിൽ ടി സ്ക്വയർ മൈനസ് 15 ആണ് നമുക്കാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പൊട്ട് പി ഓഫ് ടി ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുത്തു, ടി സ്ക്വയർ മൈനസ് 15. ഇവിടെ പി ഓഫ് യു എന്ന് പറയുന്നത് ഏത് ടേമിലാണോ ഉള്ളത് ആ ടേമിൽ നമ്മൾ പോളിനോമിയൽ എഴുതിയെന്നേ ഉള്ളൂ. ഇനി നമ്മൾ സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓഫ് ദ വാല്യൂ ഓഫ് ടി വേർ പി ഓഫ് ടി ഈക്വൽ ടു 0 ആണെങ്കിലല്ല, സീറോ ഓഫ് ദ പോളിനോമിയൽ ഓഫ് ദ വാല്യൂ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി എന്ന് പറയുന്ന വാല്യൂ കൊടുത്ത് ടീൻ്റെ വാല്യൂ കൊടുത്താൽ ഈക്വൽ ടു 0 കിട്ടണം അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ പുട്ടിങ് പി ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അതായത് ടി സ്ക്വയർ മൈനസ് 15 ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ടി സ്ക്വയർ ഈക്വൽ ടു 50 എന്ന് കിട്ടി അല്ലേ. ടി സ്ക്വയർ ഈക്വൽ ടു 50 എന്ന് കിട്ടി. അപ്പം നമ്മൾ ടി സ്ക്വയർ മൈനസ് അപ്പം നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ടി സ്ക്വയർ മൈനസ് 15 എന്ന് പറഞ്ഞാൽ ഇത് നോക്കിയൊക്കെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ടേമിലല്ലേ ഉള്ളത്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ടി സ്ക്വയർ മൈനസ് 15. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ ആ ടേമിൽ നമുക്ക് ഇതിനെ മാറ്റുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ടി സ്ക്വയർ അപ്പം 15 സ്ക്വയർ ടേമിലേക്ക് ആക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൂട്ട് 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15 തന്നെയാണ്. അപ്പം നമുക്ക് ഇതിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാം, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമുല ആയല്ലോ. അപ്പോൾ ടി പ്ലസ് റൂട്ട് 15 ഇൻറ്റു എന്ത് വരും, ടി മൈനസ് റൂട്ട് 15. ഇത് മനസ്സിലായില്ലേ, റൂട്ട് അതായത് 15 എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ ടേമിലേക്ക് ആക്കുകയാണ്. 15 നമ്മൾ ഇതിനെ മാറ്റുമ്പം റൂട്ട് 15 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ടിനെ സ്ക്വയർ ചെയ്ത് അതേ ടേം തന്നെയാണല്ലോ വരും. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ നമുക്ക് എന്ത് കിട്ടും, ടി ഈസ് ഈക്വൽ ടു മൈനസ് റൂട്ട് 15 ആൻഡ് എന്താണ് ടി ഈസ് ഈക്വൽ ടു നമുക്ക് മൈനസ് റൂട്ട് 15 ആൻഡ് പ്ലസ് റൂട്ട് 15 എന്നും കിട്ടി. അപ്പോൾ ആൽഫയും ബീറ്റയും നമുക്ക് എന്ത് കിട്ടി, ആൽഫ ഈക്വൽ ടു മൈനസ് റൂട്ട് 15 ആൻഡ് ബീറ്റ ഈക്വൽ ടു, ഇതാണ് സീറോസ് എന്ന് കിട്ടി, റൂട്ട്സ് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് 15 കിട്ടി, റൂട്ട്സ് ഓഫ് ദ പോളിനോമിയൽ കിട്ടി. അപ്പോൾ ഇത് കിട്ടി. ഇനി നമുക്ക് വെരിഫൈ ചെയ്യണം, നമ്മൾ റിലേഷൻഷിപ്പ് ഇത് നമുക്ക് എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പോളിനോമിയലിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുകയാണ്. ഇവിടെ എന്താണ്, പി ഓഫ് ടി ഈസ് ഈക്വൽ ടു നമുക്ക് വന്നിരിക്കുന്ന ടി സ്ക്വയർ മൈനസ് 15, അതായത് സ്ക്വയർ ടേമും ഉണ്ട് കോൺസ്റ്റൻറ്റ് ടേമും ഉണ്ട്, മിഡിൽ ടേം ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, ടി സ്ക്വയർ പ്ലസ് അങ്ങനെ 0 ഓഫ് ടി മൈനസ് 15 അതായത് 0 ഓഫ് ടി എന്ന് പറഞ്ഞാൽ 0 ആണ്, അവിടെ ടേം ഇല്ല, നമ്മൾ വെറുതെ ഒരു സ്റ്റാൻഡേർഡ് ആക്കി എഴുതിയെന്നേ ഉള്ളൂ. അപ്പം സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പം എ ടി സ്ക്വയർ പ്ലസ് ബി ടി പ്ലസ് സി ആണ്. അപ്പോൾ ഇതും കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഇതും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ ഈസ് ഈക്വൽ ടു 1 എന്നും ബി ഈസ് ഈക്വൽ ടു 0 എന്നും സി ഈസ് ഈക്വൽ ടു മൈനസ് 15 എന്നും കിട്ടിയല്ലോ, കിട്ടിയല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സം ഓഫ് സീറോസ് കാണണം. സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് എന്താണ്, ഇനി നമ്മൾ സം ഓഫ് സീറോസ് കാണണം. അതായത് ദാറ്റ് ഈസ്, ഇനി ഞാൻ വീണ്ടും എഴുതുന്നില്ല, അതായത് സം ഓഫ് സീറോസ് ഈക്വൽ ടു മൈനസ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു എന്താണ്, മൈനസ് ബി ബൈ എ. അത് നിങ്ങൾ എഴുതുക, ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ മനസ്സിലായല്ലോ. അതായത് സം ഓഫ് സീറോസ് ഈക്വൽ ടു മൈനസ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ, അതായത് മൈനസ് ബി ബൈ എ എന്ന് വന്നു. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ആൽഫ പ്ലസ് ബീറ്റ കാണുക. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, മൈനസ് റൂട്ട് 15 പ്ലസ് റൂട്ട് 15 ആണ് അല്ലേ. അതെന്ന് പറഞ്ഞാൽ എന്താണ്, 0 എന്ന് കിട്ടി. ഇനി മൈനസ് ബി ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് ബി എന്ന് പറയുന്നത് മിഡിൽ ടേം ഇല്ല, അപ്പോൾ 0 ആണ്. മൈനസ് 0 ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പം നമുക്ക് എന്ത് കിട്ടി, രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ LHS ഈക്വൽ ടു RHS എന്ന് കിട്ടിയല്ലോ. അപ്പോൾ സം ഓഫ് ദ സീറോസ് രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം, പ്രോഡക്റ്റ് ഓഫ് സീറോസ് കാണണം. പ്രോഡക്റ്റ് ഓഫ് സീറോസ് അല്ലേ, സീറോസ് കാണണം. അതായത് ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ സി ബൈ എ എന്നാണ്. അത് ആൽഫ ഇൻറ്റു, അപ്പം നമ്മൾ ആൽഫ ഇൻറ്റു ബീറ്റ എന്താണെന്ന് കാണാം. ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു ബീറ്റ എന്താണ്, റൂട്ട് 15 ഇൻറ്റു മൈനസ് റൂട്ട് 15 ആണ്. അതായത് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് റൂട്ട്
15 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് 15 കിട്ടി, -15 കിട്ടി അല്ലേ. ഇനി നമുക്ക് C ബൈ എ കാണണം. C ബൈ എ എന്ന് പറഞ്ഞാൽ C എന്ന് പറഞ്ഞാൽ എന്താണ്? -15 ആണ്, ഡിവൈഡഡ് ബൈ 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -15 കിട്ടിയല്ലോ. അപ്പം നമുക്ക് എന്ത് കിട്ടി? LHS ഈക്വൽ ടു RHS എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് കോഎഫിഷ്യൻ്റ് നമ്മൾ വെരിഫൈ ചെയ്തു. ഇനി നമുക്ക് അടുത്ത എന്താണ്? 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്കിനി ചെയ്യാൻ പോകുന്നത്. ഇപ്പം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 6th 1 അല്ലേ. 6th 1 എന്താണ്? 3x സ്ക്വയർ - x - 4 എന്നുള്ള ഇതാണ്. ഇതേതുപോലെ തന്നെ നമ്മൾ എന്താണ്? സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഇസ് ദ വാല്യൂ ഓഫ് എക്സ്, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ നമുക്കിവിടെ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ്? 3x സ്ക്വയർ - x - 4 ആണ്. അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നല്ലേ. ദാറ്റ് ഈസ് എന്താണ്? ദാറ്റ് ഈസ് 3x സ്ക്വയർ - x - 4 ഇസ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. ഇതേപോലെ തന്നെ നമുക്ക് മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ്? കോഎഫിഷ്യൻറ്റ് -1 ആണ്. അപ്പോൾ നമുക്ക് നമുക്ക് എന്ത് കിട്ടണം? സം ഈക്വൽ ടു -1 കിട്ടണം. പ്രോഡക്റ്റ് നമുക്ക് എന്താ കിട്ടേണ്ടത്? പ്രോഡക്റ്റ് ഈക്വൽ ടു 3ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 3 × -4 ദാറ്റ് ഈസ് ഈക്വൽ ടു -12. അത് ഏതോ 2 നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1ഉം കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -12ഉം കിട്ടണം. അങ്ങനെയുള്ളൊരു നമ്പർ ആക്കിയിട്ട് നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അത് നമുക്ക് ഇത് തന്നെ നോക്കിയാൽ മതിയല്ലോ. 3ഉം 4ഉം തന്നെ എടുത്താൽ മതിയല്ലോ. -4 ഇൻറ്റു ഇവിടെ -4 × 3 ഇപ്പോൾ ഇവിടെ -1 ആട്ടെ. -4 + 3 എന്ന് പറഞ്ഞാൽ -1 ആണ്. പിന്നെ -4 അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേമിൽ തന്നെ ഇതിനെ മാറ്റി എഴുതാം. അപ്പോൾ എന്താണ്? 3x സ്ക്വയർ -4x ഇട്ടാണ് -4x + 3x - 4 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. അപ്പോൾ ഇതിനെ മാറ്റുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ x എടുക്കുമ്പം 3x - 4 3x - 4 പ്ലസ് പിന്നെന്താണ്? 1 പുറത്തെടുത്താൽ 3x - 4 ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 3x - 4 ഇൻറ്റു x + 1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോ ടേമിൽ നിന്ന് എടുക്കുമ്പോൾ 3x - 4 ഇസ് ഈക്വൽ ടു 0 ആൻഡ് x + 1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എന്താണ്? 3x നമുക്കിങ്ങനെ കിട്ടിയല്ലോ. നമ്മൾ എന്ത് ചെയ്യാൻ അടുത്തത്? അത് നമുക്ക് 3x is equal to 4 and x is equal to 4/3 and x plus 1 is equal to 0, x is equal to -1. അപ്പോൾ alpha equal to 4/3 and beta is equal to -1. ഇപ്പോൾ അത് എങ്ങനെ എടുത്താലും ഇതുമില്ല കേട്ടോ. അപ്പോൾ ബീറ്റ is equal to 4/3 എടുത്താലും ആൽഫ is equal to -1 എടുത്താലും കുഴപ്പമില്ല. ആൽഫ ആൻഡ് ബീറ്റ നമുക്ക് കിട്ടി. അപ്പോൾ ബീറ്റ is equal to -50. അതാണ് സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതാണ് ദീസ് ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. ഇനി നമുക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് കോഎഫിഷ്യൻ്റ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? പി ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 3x സ്ക്വയർ - x - 4 എന്ന് എഴുതി അല്ലേ. അത് 3x സ്ക്വയർ - x - 4 എന്ന് എഴുതി. ഇനി സ്റ്റാൻഡേർഡ് ഫോർമുല, സ്റ്റാൻഡേർഡ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c എന്നാണ്. ഇവിടെ അന്നേരം നമുക്ക് a is equal to 3 എന്നും b is equal to -1 എന്നും c is equal to -4 എന്നും കിട്ടിയല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി സം ഓഫ് ദ സീറോസ്, സം ഓഫ് വെരിഫൈ ചെയ്യാണ്. സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -b/a ആണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ കാണണം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ആൽഫ പ്ലസ് ബീറ്റ കാണുകയാണ്. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്ന ആൽഫയും ബീറ്റ എന്താ നമുക്ക് കിട്ടിയത്? 4/3. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ 4/3 പ്ലസ് -1 അല്ലേ. അതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 1/3 കിട്ടും. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ. ഇനി മൈനസ് b/a എന്ന് പറഞ്ഞാൽ എന്താണ്? b/a മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു -b/a കിട്ടി. അതായത് LHS ഈക്വൽ ടു RHS എന്ന് കിട്ടിയല്ലോ.
ഇനി നമ്മൾ പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആണ് കാണാൻ പോകുന്നത്. അടുത്തത് പ്രോഡക്റ്റ് ഓഫ് സീറോസ്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു ബീറ്റ ഡിവൈഡ് ബൈ സി ബൈ എ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ആൽഫ ഇൻറ്റു ബീറ്റ കാണുകയാണ്. ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു എന്താണ്? 4/3 ഇൻറ്റു -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -4/3 എന്ന് വന്നു. ഇനി സി ബൈ എ എന്നാണ് നമുക്ക് അടുത്തത് കണ്ടത്. RHS ഈക്വൽ ടു സി ബൈ എ. സി എന്ന് പറഞ്ഞാൽ എന്താണ്? -4 ആണ് ഡിവൈഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -4/3. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കിട്ടി? ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു സി ബൈ എ കിട്ടി. അതായത് LHS ഈക്വൽ ടു RHS എന്ന് കിട്ടി. LHS ഈക്വൽ ടു RHS എന്ന് കിട്ടി. അപ്പോൾ നമ്മളിവിടെ എന്ത് പ്രൂവ് ചെയ്തു? വെരിഫൈ ചെയ്തു. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് ദ കോയിഫിഷ്യൻ്റ് കിട്ടി. അപ്പോൾ എക്സസൈസ് 2.2 ഒന്നാമത്തെ ക്വസ്റ്റ്യൻസിലുള്ള 6 ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഇപ്പം നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.